മുരുകാശരണം. ഇന്നത്തെ നമ്മുടെ തിരുപ്പുകൾ പാടൽ ആരത്തിയാണ്, കർപ്പൂര ആരത്തിയായിട്ടുള്ള നാദബിന്ദു കലാതീ നമോ നമ. തിരുപ്പുകൾ തുടങ്ങുന്ന സമയത്ത് കൈത്തല നിറൈകനി വെച്ച് തുടങ്ങുന്നത് പോലെ നമ്മൾ പൂർത്തീകരിക്കുന്നത് ഈ ഒരു ആരത്തി പാട്ട് പാടിയിട്ടാണ്. അപ്പോൾ കർപ്പൂര ആരത്തി ഇത് രാഗം സെഞ്ചുരുട്ടിയിലാണ്, സ്ഥലം തിരുവാവിനൻകുടി. തിരുവാവിനൻകുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴനിമലയുടെ അടിവാരത്തുള്ള അമ്പലമാണ്. ബാലദണ്ഡായുധപാണിയായ ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ ആറുപടൈ വീട് പറയുമ്പോൾ പഴനിയുടെ റെഫറൻസ് വരുമ്പോൾ തന്നെ തിരുവാവിനൻകുടിയും അതിന് ചേർത്ത് പറയപ്പെടണം. വെച്ചാൽ പഴനിമലയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ താണ്ടിയുള്ള അമ്പലമാണിത്. ഏറെ പഴക്കം ചെന്ന ക്ഷേത്രമാണിത്. അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ തിരുപ്പുകൾ പാടൽ നടക്കുന്നത്, അരുണഗിരിനാഥർ രചിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം ഇതിൻ്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. നാദബിന്ദു കലാതീ നമോ നമ, വേദമന്ത്രസ്വരൂപ നമോ നമ, ജ്ഞാന പണ്ഡിത സ്വാമി നമോ നമ, വെഗകോടി നാമ ശംഭു കുമാര നമോ നമ, ഭോഗ അന്തരിബാല നമോ നമ, നാഗബന്ധമയൂര നമോ നമ, പരസൂര സേതദണ്ഡ വിനോദ നമോ നമ, ഗീതകിങ്കിണിപാദ നമോ നമ, ധീര സംഭ്രമവീര നമോ നമ, ഗിരിരാജ ദീപമംഗള ജ്യോതി നമോ നമ, തൂയ അമ്പലബാല നമോ നമ, ദേവകുഞ്ചരി ഭാഗ നമോ നമ, അരുൾ താരായ്. ഈതലും പല കോലാല പൂജയും ഓതലും ഗുണ ആചാരനീതിയും ഈരമും ഗുരു സീർപാദ സേവയും മറവാദ. ഏഴ്തലം പുകൾ കാവേരിയാൽ വിളை സോഴമണ്ഡലമീതേ മനോഹര, രാജഗംഭീര നാടാലു നായക വയലൂര. ആദരം പയിൽ ആരൂരർ തോഴமை சேர்தல் கொண்டவரோடே மூனாலினில் ஆடல் வெம்பரி மீதேரி மாகையிலையில் ஏகி கைலையிலேகி ஆதி அந்த உலா ஆசு பாடிய சேவர் கொங்குவை காவூர் நநாடிதில் ஆவினன் கொடி வாழ்வான தேவர்கள் பெருமாளே. ദീപമംഗള ജ്യോതി നമോ നമ, തൂയ അമ്പലലീല നമോ നമ, ദേവകുഞ്ചരി ഭാഗ നമോ നമ, അരുൾ താരായ്. മുരുകാശരണം. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഭഗവാന്റെ ഓരോ ഭഗവാനെക്കുറിച്ചുള്ള പുകഴ് തന്നെയാണ്. ഓരോ വരിയിലും ഭഗവാന്റെ പുകഴാണ് ഇതിൽ പറയുന്നത്.
പക്ഷെ ഇതിൽ ആദ്യത്തെ പര്യായ നാദവിന്ദു കലാദീ നമോ നമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാദവിന്ദു എന്നൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ശൈവ സിദ്ധാന്തത്തിലെ കോൺസെപ്റ്റാണ്. നമ്മുടെ ഭക്തി പ്രസ്ഥാനം എടുത്തു നോക്കിയാൽ BC 2-3 നൂറ്റാണ്ടുകൾ 3-2 നൂറ്റാണ്ടുകളിലൊക്കെ ജൈനിസം ബുദ്ധിസം ഒക്കെ അതിൻ്റെ പ്രാബല്യം കാണിച്ചു തുടങ്ങിയപ്പോൾ ചാർവാകന്മാർ അങ്ങനെ പലതും ഹിന്ദുയിസത്തിൽ പല വ്യത്യസ്തമായ പലതും സനാതനധർമ്മമായിരുന്ന അന്നത്തെ നമ്മുടെ ഹിന്ദുയിസത്തിലെ പല വ്യത്യസ്തകളും കണ്ടു തുടങ്ങിയപ്പോഴായിരുന്നു ബുദ്ധിസം ജൈനിസം ഇതെല്ലാം അതിൻ്റെ പ്രാവീണ്യം നേടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്ന വണ്ണം AD 7-ാം നൂറ്റാണ്ട് 6, 7, 8 ഇതൊക്കെ ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു സ്ഫോടനമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്. 8-ാമത്തെ നൂറ്റാണ്ടിൽ നമ്മുടെ ആദിശങ്കരാചാര്യാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എന്താ പറയുക അത് കഴിഞ്ഞ് അതായത് അദ്വൈത സിദ്ധാന്തം വന്നു. അത് കഴിഞ്ഞ് മധ്വാചാര്യാരുടെ ദ്വൈത സിദ്ധാന്തവും തുടരെ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈത സിദ്ധാന്തമെല്ലാം വന്നു. എന്നാൽ ഇതിനെല്ലാം മുമ്പ് തന്നെ 6-7 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ശക്തമായ രീതിയിലുള്ള ഒരു ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നു, ശൈവ സിദ്ധാന്തമെന്ന്. അതിന് കൊടിപിടിച്ച 4 പേരായിരുന്നു. അതായത് കൊടിപിടിച്ചത് എന്ന് അർത്ഥമാക്കുന്നത് അതിനു വേണ്ടി അത് ശൈവ സിദ്ധാന്തത്തിനെ പോഷിപ്പിച്ചിരുന്ന 4 പേരായിരുന്നു. അപ്പർ എന്ന തിരുനാവുക്കരസർ, സുന്ദരർ എന്ന സുന്ദരമൂർത്തി നായനാർ, പിന്നെ സമ്പന്തർ എന്ന തിരുജ്ഞാന സമ്പന്തർ, പിന്നെ മാണിക്യവാസകർ. ഇതിൽ അപ്പരും സുന്ദരരും തിരുജ്ഞാന സമ്പന്തരും വളരെയധികം പാടലുകൾ അവരുടേതായ ഒരുപാട് വലിയ കോൺട്രിബ്യൂഷനാണ് തമിഴ് ലിറ്ററേച്ചറിന് ഉണ്ടായിട്ടുള്ളത്. ഇതിനെയാണ് തേവാര പാടലുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്, തേവാര പാടലുകൾ. അപ്പോൾ ഇത് മുഴുവനും ഈ തേവാര പാടലുകൾ മുഴുവനും ശിവഭഗവാന് സമർപ്പിച്ചിട്ടുള്ളതായിരുന്നു. ശിവൻ്റെ ശിവനുള്ള പുകഴായിരുന്നു തേവാര പാടലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ആ സമയത്തായിരുന്നു 6-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരുന്നു തിരുമൂലർ സിദ്ധരുടെ തിരുമന്ദിരം എന്ന വിശിഷ്ടമായ ഒരു തമിഴ് ഗ്രന്ഥത്തിൻ്റെ ഉദ്ഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ പലതും ആ ഒരു കാലഘട്ടത്തിൽ വന്ന ശൈവ സിദ്ധാന്തം. അപ്പോൾ ശൈവ സിദ്ധാന്തമുണ്ട്, അതിന് തുടരെ ആദിശൈവ സിദ്ധാന്തം വന്നിരുന്നു അഘോരശിവരുടെ. പിന്നെ വന്നതാണ് കശ്മീര ശൈവിസം. അപ്പോൾ കശ്മീര ശൈവം എന്ന് പറഞ്ഞാൽ വസുഗുപ്തരുടെ കശ്മീര ശൈവിസം. അപ്പോൾ നമ്മുടെ ശൈവ സിദ്ധാന്തം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 3 അതിൻ്റെ മെയിൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അതായത് പശു, പതി, പാശം. പശു എന്നാൽ നമ്മുടെ ജീവാത്മാവ്, അതായത് നമ്മളടങ്ങുന്ന ഈ ഭഗവാന്റെ സൃഷ്ടി പശു. പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥനായിരിക്കുന്ന ആ പരമാത്മാവ് ശിവൻ, ആ ചൈതന്യം. പിന്നെ പാശം, പാശം എന്നാൽ ആ നമ്മൾ അതായത് ഒരു പശുവിനെ ഈ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന പാശം. അപ്പോൾ ആ പാശത്തിനെ വിടുവിച്ചാലേ ഈ ഒരു പശു പതിയുമായി ചേരുകയുള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഏറ്റവും ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ ഒരു വലിയൊരു കോൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ പറയുന്ന നാദബിന്ദു. നാദബിന്ദു എന്ന് പറഞ്ഞാൽ നാദം എന്നിവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ശിവനാകുന്ന ആ ഒരു മാറ്റർ ആൻഡ് ബിന്ദു ആകുന്ന ആ ഒരു എനർജി, ഈ ഒരു പാണവട്ടം, അതിലുള്ള ശിവലിംഗം, ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ആക്ച്വലി നാദബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശക്തി ഐക്യമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നാദബിന്ദു കലാദീ നമോ നമ, ആ നാദവും ബിന്ദുവും ചേർന്നുണ്ടായ ഭഗവാനെ കുറിച്ചാണ് അതിൻ്റെ എന്താ പറയുക നാദത്തിൻ്റെയും ബിന്ദുവിൻ്റെയും കാതലായിട്ടുള്ള ആ ഒരു ശക്തിയാണ് അങ്ങ്, അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വേദമന്ത്രസ്വരൂപ, വേദങ്ങളും മന്ത്രങ്ങളും. അതായത് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ സ്ക്രിപ്ചേഴ്സ്, അതിൻ്റെ മന്ത്രങ്ങൾ, അതിൻ്റെ ചാൻറ്റിങ് ആണ്. ഇത് മുഴുവനും ഭഗവാനെ അങ്ങാണ് എന്ന് പറയാം. ജ്ഞാനപണ്ഡിത സ്വാമി, അതിൽ പിന്നെ ഒരു ഇതേ ഇല്ല. അതായത് നോളജ്, അതായത് പെർസോണിഫിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അതായത് അറിവിൻ്റെ
ഇരിപ്പിടം, അറിവിൻ്റെ സ്രോതസ്സായിരിക്കുന്ന അങ്ങയ്ക്ക് നമോ നമ. അതാണ് ജ്ഞാനപണ്ഡിത സ്വാമി നമോ നമ. വെഗുകോടി, ഇത് പറയുമ്പം വെഗുകോടി നാമ ശംഭുകുമാര എന്ന് പറഞ്ഞാൽ, അതായത് അങ്ങ് ശംഭുകുമാരൻ സാക്ഷാൽ പരമശിവന്റെ മകനായിരിക്കുന്ന അങ്ങയ്ക്ക് ഇങ്ങനെ മില്യൺസ് ഓഫ് നെയിംസ് ഉണ്ട്. അതായത് 1000 10,000 ഒന്നും അല്ല, കോടിക്കണക്കാന് പേരുകൾ കൊണ്ട് വൈശിഷ്ട്യമാർന്നതാണ് അങ്ങയുടെ നാമം. അത്രയധികം നാമങ്ങളുണ്ട് അങ്ങയ്ക്ക്. പിന്നെ ഭോഗ അന്തരി ബാല നമോ നമ എന്ന് പറഞ്ഞാൽ അങ്ങ് ശിവന്റെ മാത്രമല്ല, മറ്റാരുടെയാണ്? പാർവതി ദേവിയുടെയും കൂടെ മകനാണ്. പാർവതി ദേവീനെ പറ്റി പറയുന്നത്, അതായത് ശിവൻ മോക്ഷവും മുക്തിയും, ദേവി ഭോഗവും യോഗവും നൽകുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഈ നാദബിന്ദു എന്ന് പറയുന്നത് രൂപം അരൂപം, അല്ലെങ്കിൽ എന്താ പറയുക, മാറ്റർ എനർജി, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇപ്പം യോഗസിദ്ധി നൽകുന്ന ശിവനും ഭോഗം നൽകുന്ന പാർവതിയും. അപ്പോൾ യോഗഭോഗത്തിൻ്റെ ഐക്യം, അതാണ് ഇവിടെ പറയുന്നത് ഭോഗ അന്തരി ബാലാ നമോ നമ. അപ്പോൾ ഭോഗത്തിന് നൽകുന്ന സാക്ഷാൽ പരമേശ്വരി, ആ പാർവതി ദേവിയുടെ മകനല്ലേ അങ്ങ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭോഗ അന്തരി ബാലാ നമോ നമ. നാഗബന്ധമയൂര നമോ നമ. നാഗബന്ധമയൂര എന്ന് പറഞ്ഞാൽ നാഗത്തിൻ്റെ മുകളിലാണ് ഭഗവാന്റെ മയില്. നാഗത്തിനെ ചവിട്ടി പിടിച്ചുകൊണ്ടാണ് മയിൽ ഇരിക്കുന്നത്. അത് മയിലിനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? 1000 എന്താ പറയുക, പീലികൾ കൊണ്ട് വിടർത്തി ആടുന്ന മയിൽമേലെയാണ് മുരുകൻ വരുന്നത്. ഇതിൻ്റെ ആന്തരികമായ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ തന്ത്രശാസ്ത്ര പ്രകാരം ഒരു മനുഷ്യൻ്റെ കോസ്മിക് എനർജി, ഒരു മനുഷ്യൻ്റെ ആ പ്രാണശക്തി കുണ്ടലിനിയായിട്ടാണ് ചുറ്റപ്പെട്ട് മൂലാധാരത്തിൽ, നമ്മുടെ ഷഡ്ചക്രങ്ങളിലെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി. ഈ കുണ്ടലിനിയെ ഉണർത്തി നമ്മുടെ സഹസ്രാര ചക്രത്തിലേക്ക് എത്തിച്ചാലാണ് ശക്തി ശിവനുമായിട്ട് മേജ് ആവുന്നത്. അപ്പോൾ അതാണ് ആ പരമോന്നതമായ അവസ്ഥ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇവിടെ നാഗം, ഈ നാഗത്തിന് മയൂരത്തിലെത്തിക്കണമെങ്കിൽ നീ വേണം. അതിന് സഹായിക്കുന്നത് അങ്ങാണ് ഭഗവാനെ. അതാണ് നാഗബന്ധമയൂര. അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീനെ 1000 ഇതളുള്ള സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നാഗബന്ധ മയൂരമായിട്ട് പറയുന്നത്. അങ്ങനെ അതിൻ്റെ നാഥനാണ് അങ്ങ്, അത് നമ്മളെ നയിക്കുന്ന ആ നാഥനാണ് അങ്ങ് എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അടുത്തത് പരസൂരാർ സേതദണ്ഡ വിനോദ. അതായത് എല്ലാ അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് അവരെ ഇല്ലാതാക്കുന്നത് അങ്ങയ്ക്കൊരു വിനോദമാണ്. അങ്ങനെ അസുര നിഗ്രഹം, അതായത് തെറ്റായ കാര്യങ്ങളെ ഇല്ലാണ്ടാക്കുന്നത്, ഒരു വിനോദമാക്കുന്നത്, ആ വിനോദമാക്കിയ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയുന്നു. ഗീതകിങ്കിണി പാദ, ഭഗവാന്റെ പാദത്തിലെ നല്ല പാദസരത്തിൻ്റെ ആ കിങ്കിണി ശബ്ദത്തോടു കൂടിയുള്ള മനോഹരമായ പാദസരങ്ങൾ അണിഞ്ഞ് പാദത്തിന്, ആ ഭഗവാന്റെ പാദത്തിന് നമസ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ധീരസംഭ്രമവീര, ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ദ ലോർഡ്, എല്ലാ ആംഗിളും ഭഗവാന്റെ കൊണ്ടുവരിക. ബാലനായിട്ടുള്ള ഭഗവാനുണ്ട് ഇവിടെ, വീരശൂര പരാക്രമിയായിട്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത ആ ഗ്രേറ്റ് വാരിയർ ആയിട്ടുള്ള ഭഗവാനെയും ഇവിടെ പറയുകയാണ്. അതാണ് ധീരസംഭ്രമവീര നമോ നമ. അങ്ങനെയുള്ള അങ്ങ് എന്താണ്? ഗിരിരാജനാണ് അങ്ങ്. ആ ഗിരികളുടെ എല്ലാ മുരുക ഭഗവാന്റെ ഒരുവിധം അമ്പലങ്ങൾ, തിരുച്ചെന്തൂർ ഒഴിച്ച് ബാക്കി അമ്പലങ്ങളിലൊക്കെ ഗിരിമേലെയാണ് ഭഗവാൻ നിവസിക്കുന്നത്. അങ്ങനെയുള്ള ഗിരിരാജനായ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയാണ് ഇവിടെ. അടുത്തത് ദീപമംഗള ജ്യോതി. അതായത് നമുക്ക് ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറൻസ്, അതായത് നമ്മുടെ അറിവില്ലായ്മയെ ഇല്ലാതാക്കി വെളിച്ചത്തെ പകരുന്നതാണ് ദീപം. അപ്പം അങ്ങനെയുള്ള ദീപത്തിൻ്റെ മംഗളജ്യോതി, ദീപമംഗള ജ്യോതിയായ അങ്ങയ്ക്ക്, അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പകർന്നു തരുന്ന അങ്ങയ്ക്ക് നമസ്കാരം. തൂയ അമ്പലലീല നമോ നമ. തൂയ അമ്പലലീല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ്, ഈ ബ്രഹ്മാണ്ടം മുഴുവനും അങ്ങയുടെ അങ്ങയുടെ സ്റ്റേജാണിത്. അങ്ങയുടെ ലീല വിളയാടുന്ന എന്താ പറയുക സ്റ്റേജാണ് ഈ എന്താ പറയുക ഈ കോസ്മോസ്, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ.
അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ സ്റ്റേജായിട്ട് അങ്ങയുടെ ലീല വിളയാടുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെന്താ, ദേവകുഞ്ചരി ഭാഗ. ദേവകുഞ്ചരി എന്ന് വെച്ചാൽ ദേവയാനി അമ്മ, സാക്ഷാൽ ദേവയാനി അമ്മയെ തൻ്റെ പത്നിയാക്കി വെച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങനെയുള്ള അങ്ങ് ഇത്രയും ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അങ്ങ് എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് അരുൾ താരായി, ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നതാണ് ഇവിടുത്തെ പ്രാർത്ഥന. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈതലും പല കോലാല പൂജയും ഓതലും ഗുണ ആചാരനീതിയും ഈറമുൻ ഗുരു സീർപ്പാദ സേവയും മറവാത. അപ്പോൾ ഇത്രയും ഞാൻ നിൻ്റെ പ്രാർത്ഥനകൾ ചെയ്യുമ്പം ഞാൻ മറക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? അവിടെ നവവിധ ഭക്തിയുടെ കാര്യങ്ങളാണ് അരുണഗിരിനാഥർ പറയുന്നത്. അതായത് ഈതലും പല കോലാല പൂജയും വെച്ചാൽ പലതരത്തിലുള്ള പൂജകൾ നമ്മൾ അർച്ചന, അതായത് അർച്ചനം, കീർത്തനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, പാദസേവനം, ഇങ്ങനെ കുറേ പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പൂജകൾ, അതുപോലെ ചാരിറ്റി, നമ്മൾ നൽകുന്ന ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി, പിന്നെ നല്ല ജീവിതം നയിക്കുക, അതായത് അതിന് പഠിക്കുക, അതായത് നമ്മൾ മനനം ചെയ്യുക, നമ്മളുടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും നമ്മൾ നടക്കേണ്ട മാതൃകയാക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഉപനിഷത്തുക്കളും ഇത് ഓരോന്നും പഠിച്ച് അതിനെ മനനം ചെയ്ത് അത് പ്രകാരമുള്ള ജീവിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാത്തിനും ഉപരിയായി പാദസേവ, നമ്മുടെ ഗുരുവിൻ്റെ പാദസേവ. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഗുരുവും ഒന്ന് തന്നെയാണ്. ആ ഗുരുപാദ സേവ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളും ഭഗവാനെ ഞാൻ മറക്കണില്ല, അങ്ങേ ഓരോന്നും പറഞ്ഞ് അങ്ങേ നമിക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും ഞാൻ മറക്കുന്നില്ല, അത് മറക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ തിരുപ്പുകഴിൻ്റെ സ്ഥിരം അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന വണ്ണം ഇവിടെ കഥകൾ കൊണ്ടുവരികയാണ്. ഇടയിൽ ഓരോ കഥകൾ അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് സ്റ്റോറീസ് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പം ഇവിടെ ഇതിപ്പോൾ എന്താ പറയുക, തിരുവാവിനൻകുടി എന്ന് പറഞ്ഞ സ്ഥലം ഇരിക്കുന്ന അതിൻ്റെ ഒരു മഹിമേനെ പറ്റിയാണ് ഇവിടുത്തെ അടുത്ത വർണ്ണന വരുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ കോയമ്പത്തൂർ, സേലം, ഈ നഗരങ്ങൾ ഇതെല്ലാം വാണിരുന്ന കുറേ ഭാഗം കേരളത്തിൻ്റെയും വാണിരുന്നത് ചേരമാൻ പെരുമാൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന രാമരാജശേഖരൻ എന്ന ചേര രാജാവായിരുന്നു. അപ്പോൾ ആ കോയമ്പത്തൂർ ആ ബെൽറ്റിന് ഇതിനെ കൊങ്കുനാട് എന്നറിയപ്പെട്ടിരുന്നു, കൊങ്കുനാട്. അപ്പോൾ ഇങ്ങനെ കൊങ്കുനാട്ടിൻ്റെ അധിപനായിരുന്ന നമ്മുടെ ചേരമാൻ പെരുമാളിനെ കുറിച്ചാണ് ഇവിടുത്തെ ഒരു കഥാഭാഗം വരുന്നത്. അതെന്തിനാണ് ആ കഥ വരുന്നത് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏഴുതലം പുകഴ് കാവേരിയാൽ വിളൈ സോഴമണ്ഡലമീതേ മനോഹര രാജഗംഭീര നാടാലു നായക വയലൂര. അപ്പോൾ അതിനിടയിൽ ഭഗവാന് ഇവിടെ ചോഴന്മാരെ കുറിച്ചുള്ള പുകഴാണ് ആദ്യം പറയുന്നത് കേട്ടോ. അതായത് ഏഴുതലം പുകഴ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും 7 ലോകങ്ങളിലും പുകഴ്പെറ്റ ചോഴമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ചോഴമണ്ഡലം. അവിടെ രാജഗംഭീരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അത്രേ. അവിടെ ഭഗവാന്റെ അമ്പലമുണ്ട്. അവിടെ രാജഗംഭീരത്തിൻ്റെ ഇന്നത്തെ പേര് തിരുക്കാർക്കുടി എന്നാണ്. തിരുക്കാർക്കുടി. അപ്പോൾ തിരുക്കാർക്കുടിയിൽ വാഴുന്ന ഭഗവാൻ, രാജഗംഭീരം എന്ന സ്ഥലത്ത് വാഴുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അവിടെ മാത്രമല്ല, ഈ രാജഗംഭീരം എന്ന സ്ഥലം നമ്മൾ ആദ്യം കണ്ട പൊയ്യാഗണപതി ഇരിക്കുന്ന സാക്ഷാൽ വയലൂരിലും കുമാരഗുരു ഉണ്ട്, ഭഗവാൻ ഉണ്ട് അവിടെ. അപ്പോൾ വയലൂരിലും അങ്ങുണ്ട്. അവിടെ വരുന്ന വഴിക്കുള്ള കാവേരിയാറ്റിൻ്റെ തീരത്തുള്ള രാജഗംഭീരം എന്നറിയപ്പെടുന്ന ഇന്നത്തെ തിരുക്കാർക്കുടിയിലും അങ്ങ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുന്നേ, അവിടെ ചോഴന്മാരുടെ പുകഴും പെരുമേനെ പറ്റിയും ഇദ്ദേഹം ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ഭംഗിയായിട്ടാണ് ഓരോന്നും കൊണ്ടുവരുന്നത് അരുണഗിരിനാഥർ ഇവിടെ എന്നാണ്. എന്നിട്ട് ഇവിടെ പറയാണ്, ആദരം പയിൽ ആരൂറർ തോഴമൈ സേർതൽ കൊണ്ടവരോടേ മുനാനെന്നിൽ ആടൽ വെമ്പരി മീതേറി മാ കൈയിലേകി. അതാണ് ഇവിടുത്തെ നമ്മുടെ കഥ. ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ചേരമാൻ പെരുമാൾ രാജ്യത്തിൻ്റെ അധിപനായിരുന്ന, കൊങ്കുനാട് മുഴുവനും വാണിരുന്ന
അധിപനായിരുന്ന ചേരമാൻ പെരുമാൾ. നമുക്ക് മലയാളികൾക്ക് ചേരമാൻ പെരുമാളിന് അറിയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ, തിരുവഞ്ചിക്കുളം, കൊടുങ്ങല്ലൂരെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ശൈവ സിദ്ധാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പിടി ശിവന്റെ തിരുവിളയാടൽ പാടലുകൾ രചിച്ചിട്ടുള്ള ഒരു മഹാനുഭാവനായിരുന്നു ചേരമാൻ പെരുമാൾ. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പേര് വന്നിട്ട് രാമരാജശേഖരൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ശൈവ സിദ്ധാന്തത്തിൻ്റെ തലതൊട്ടപ്പനായ അപ്പർ സംബന്ധറിലെ സുന്ദരമൂർത്തി നായനാരുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും ശിവഭക്തരാണ്. എന്താ പറയുക, എല്ലാം ശിവ തേവാര പാടലുകളുടെ അങ്ങേയറ്റത്തെ പ്രൊമോട്ടറായിരുന്നു നമ്മുടെ ചേരമാൻ പെരുമാൾ. അപ്പോൾ സുന്ദരമൂർത്തി നായനാർക്ക് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തി കാരണം സാക്ഷാൽ കൈലാസത്തിൽ നിന്ന് ശിവപെരുമാൻ്റെ ഒരു ഇൻവൈറ്റ് വന്നു. അതായത് കൈലാസത്തിലേക്കുള്ള ഒരു ക്ഷണം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകേണ്ടി വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ നമ്മുടെ കൂടെ കൂട്ടുക. അങ്ങനെ സുന്ദരമൂർത്തി നായനാർക്ക് ഇങ്ങനെ ഒരു വിളി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രമായിരുന്ന ഇദ്ദേഹത്തെ ചേരമാൻ പെരുമാൾക്ക് വിവരം ധരിപ്പിക്കും, അങ്ങും കൂടെ വരണം എന്ന്. ഇത് കേട്ട ചേരമാൻ പെരുമാൾക്ക് പിന്നെ അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അവിടെ അങ്ങ് എത്തിയാൽ മതി എന്ന നിലയിലായി. അപ്പോൾ ഇതിൽ പറയുന്നത് അദ്ദേഹം തൻ്റെ കുതിരമേൽ അവിടെ പോവുകയാണ്, കൈലാസത്തിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ കുതിരയുടെ പോക്ക് പറയുന്നത് ഡാൻസ് ചെയ്തുകൊണ്ടുള്ള കുതിര എന്നുവെച്ചാൽ അത്രയ്ക്കും സന്തോഷമായിരുന്നു ചേരമാൻ പെരുമാളിന് ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ സന്നിധിയിൽ എത്താനായിട്ട്. അപ്പോൾ സുന്ദരമൂർത്തി നായനാർ എത്തുന്നതിന് മുൻപ് തന്നെ ചേരമാൻ പെരുമാൾ കൈലാസത്തിലേക്ക് എത്തുകയാണ്. അപ്പം എന്താ, ഇദ്ദേഹത്തിന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ വാതിലുകൾ അദ്ദേഹത്തിന് വേണ്ടി അടച്ചിരുന്നു, തുറക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ സുന്ദരമൂർത്തി നായനാറാണെങ്കിൽ സുന്ദരർ വന്നിട്ടുമില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം രചിച്ച സ്പോണ്ടേനിയസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് രചിച്ച ഭഗവാന്റെ പുകഴ്പാടലാണത്രേ ആദി ഉല എന്ന പാടൽ. വളരെ വൈശിഷ്ട്യമാർന്ന ഒരു തമിഴ് ലിറ്ററേച്ചറിൽ വരുന്ന ഒരു വളരെ വൈശിഷ്ട്യമാർന്ന ഒരു കവിതയാണിത്. അപ്പോൾ ആദി ഉല എന്ന ഒരു ഭക്തിപ്പാടൽ അത് അദ്ദേഹം അവിടുന്ന് രചിക്കുക. ഇത് കേട്ടോണ്ട് സുന്ദരമൂർത്തി നായനാരും അവിടെ വന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ വൈശിഷ്ട്യം, ആ പാടലിൻ്റെ കാരണമായിട്ട് കൈലാസത്തിലേക്കുള്ള വാതിലുകൾ അദ്ദേഹത്തിന് തുറക്കപ്പെട്ടു. അങ്ങനെ സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളായ രാമരാജശേഖരനും കൂടി അവിടെ പോയി അവിടെ എന്താ പറയുക, അവിടെ ഭഗവാന്റെ ദർശനം നടത്തി വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയുള്ള റെഫറൻസസ് ഒക്കെ കുലോത്തുംഗ ചോഴൻ്റെ രാജധാനിയിലുള്ള സെക്കീഴാർ എന്ന് പറഞ്ഞ കവിയുണ്ട്. അദ്ദേഹം രചിച്ചതാണ് പെരിയ പുരാണം. അതിൽ ഈ നമ്മുടെ ശൈവ സിദ്ധാന്തികളായ ഇവരെ പറ്റി ഓരോരുത്തരെ പറ്റിയുമുള്ള അവരെ പറ്റിയുള്ള ഒരു എഴുത്തുണ്ട്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇതിലിപ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇത്രയും ഡീറ്റെയിൽ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇത്രയും എന്താ പറയുക ആദി ഉല അവിടെ രചിച്ച് സാക്ഷാൽ കൈലാസത്തിൽ രചിച്ച ചേരമാൻ പെരുമാളിൻ്റെ നാടായ കൊങ്കുനാട്ടിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ നമ്മുടെ പഴനി ഇരിക്കുന്ന, അതായത് എന്താ പറയുക നമ്മളുടെ പഴനിമല സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമി കൊങ്കുനാട്ടിലെ ഒരു ഭൂമിയാണ്. അപ്പം അങ്ങനെയുള്ള കൊങ്കുനാട്ടിൻ്റെ അധിപനായിട്ടിരിക്കുന്നതാണല്ലോ അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അതായത് തിരുവാവിനൻകുടി സ്ഥിതി ചെയ്യുന്നത് ഈ കൊങ്കുനാട്ടിലാണ്. അപ്പോൾ ഈ കൊങ്കുനാട്ടിൻ്റെ അധിപൻ സാക്ഷാൽ അവിടുന്നാണ്. അപ്പോൾ അവിടുത്തെ ഭക്തരായിട്ടുള്ള ഇവർ ഓരോരുത്തരെയും അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് ഇവിടെ പറയുന്നത്. ആദി അന്ത ഉലാസു പാടിയ ആദി ഉല എന്ന ആ പാട്ട് പാടിയ സേവർ കൊങ്കുവൈ കാവൂർ നനാടിയിൽ, അത് തൃക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അന്നത്തെ പേര് കാവൂർ എന്നാണ്.
ഇന്നത്തെ തിരുവാവിനൻകുടിയൊക്കെയുള്ള സ്ഥലത്തിൻ്റെ പേര് കാവൂർ എന്നായിരുന്നു. അപ്പോൾ ആ തൃക്കാവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആവിനൻകൊടിയിലുള്ള എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന അങ്ങ് സ്ഥിതി ചെയ്യുന്നല്ലോ ഈ തിരുവാവിനൻകുടിയിൽ എന്നാണ് ഇദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അങ്ങക്ക് ദീപമംഗള ജ്യോതി നമോ നമ, ദീപമംഗള ജ്യോതി നമോ നമ, തൂയ അമ്പലലീല നമോ നമ, ദേവകുഞ്ചരി ബാഘ നമോ നമ, അരുൾ താരായി. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാനെ ഞങ്ങൾക്ക് അരുളി ചെയ്യണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കർപ്പൂര ആരതിയായിട്ടുള്ള നാദബിന്ദു. അപ്പോൾ അതിൽ കുറേ എന്താ പറയുക, നമ്മുടെ കുറച്ച് റെഫറൻസസ് കൊണ്ടുവന്നു എന്ന് മാത്രം. നമ്മുടെ ശൈവ സിദ്ധാന്തത്തിനെ പറ്റിയും ചില തമിഴ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അത് എൻറിച്ച്ഡ് ആയിട്ടുള്ളത് ഈ കുറേ സംഗതികൾ കൊണ്ടാണ്. അപ്പം അതിനൊക്കെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം അരുണഗിരിനാഥർ അതിനു വേണ്ടിയുള്ള ഒരു നന്ദി രേഖപ്പെടുത്തലും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുരുകാശരണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മുരുകാശരണം.